ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്ക് ടൈം ഒട്ടും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അത് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് 12 സെൻറ്റിമീറ്റർ വീതിക്കാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം വലുപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇതുപോലെ. അങ്ങനെ ഞാനിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ ഒട്ടിക്കാനായിട്ട് റൗണ്ടിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാനത് മാർക്ക് ചെയ്തെടുത്തത്. കണ്ടോ, ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരെണ്ണം വയ്ക്കുമ്പം കട്ടി ഉണ്ടാവില്ല. അപ്പം ഞാൻ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പീസും കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒട്ടിച്ച പീസ് നമ്മൾ ആദ്യം റൗണ്ടിൽ ഒട്ടിച്ചെടുത്തില്ലേ, ആ പീസിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ കമ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ള് കമ്പൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിൻ്റെ പുറത്തായിട്ട് ഒരു ക്ലേയുടെ കോട്ടിങ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ കമ്പിൻ്റെ പുറത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ക്ലേയുടെ പേസ്റ്റിന് പകരം വേണമെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ക്ലേ ആകുമ്പം വേഗം ഡ്രൈ ആവും. വൈറ്റ് സിമെൻറ്റ് ആകുമ്പം അത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. അങ്ങനെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലൊട്ടിക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ക്ലേ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഫെവിക്രിലിൻ്റെ ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ഇതുപോലത്തെ 2 പാക്കറ്റാണ് നമുക്ക് കിട്ടുക. അത് രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ക്ലേ കുറേ നേരമൊന്നും മിക്സ് ചെയ്തിട്ട് പുറത്ത് വെക്കാൻ പറ്റില്ല. വെച്ചാൽ വേഗം തന്നെ അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബാക്കിയുള്ള ക്ലേ ഒരു ടിന്നിലോ വെള്ളം നന്നായിട്ട് കാറ്റ് കിടക്കാതെ അടച്ചു വെച്ചിരുന്നാൽ മതി. ഞാൻ മിക്സ് ചെയ്തെടുത്ത ക്ലേയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാർഡ്ബോർഡിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ടിലൊന്ന് അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വേണം ക്ലേ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ അതവിടെ കറക്റ്റ് ഒട്ടിയിരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ താഴെ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുത്തില്ലേ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്, അതിൻ്റെ സൈഡിലും ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലൊട്ടിക്കാനായിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് ക്ലേ ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഒരു പേനയുടെ ബാക്ക് വശത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. വേറെ സാധനമൊന്നും വേണ്ട, ഒരു പേന മതി. അത് ഇതുപോലെ പേനയുടെ ബാക്ക് വശത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ ഇതുപോലെ കുറേ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കുറച്ച് പരത്തിയെടുക്കുക. ചെടിയുടെ വള്ളി പോലെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ഫെവിക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം.
അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊട്ടിക്കാനായിട്ട് കുറച്ച് ഇലയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവർ ചെറുതാണല്ലോ, അപ്പോൾ ഞാൻ അതിൽ ഒട്ടിക്കുന്ന ഇലയും ചെറുതാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ഇലയുടെ ഷേപ്പിൽ ഒന്നാക്കി കൊടുക്കുക. നമ്മൾ ഏത് രീതിയിൽ ഷേപ്പ് ആക്കുന്നോ ആ രീതിയിൽ ഇത് ഡ്രൈ ആകുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കുറേ ഇല ഉണ്ടാക്കിയെടുക്കാം. വലിയ പാടൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇലയുടെ ഷേപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ജസ്റ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഈ ഉണ്ടാക്കിയ ഇലയൊക്കെ നമുക്ക് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പശ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഇലയൊക്കെ ഒട്ടിച്ച ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഫ്ലവറും ഈ ഇലയൊക്കെ ഒന്ന് ഫുള്ളൊന്ന് ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി നേരമൊന്നും വെക്കേണ്ട, ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഫുള്ള് ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആക്രിലിക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അത് നമുക്ക് ഡ്രൈ ആകാനായിട്ട് വെക്കണം. പുറത്ത് പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അകത്തും ബ്ലാക്ക് കളർ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഇലയ്ക്കൊക്കെ ഒന്ന് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. ഫുള്ളൊന്ന് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫുള്ള് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഫ്ലവറിന് ഓറഞ്ച് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറിന് ഫുള്ള് ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലയ്ക്കൊക്കെ ഒന്നും കൂടെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ കൊടുക്കാം. ഞാൻ ഡാർക്ക് ഗ്രീൻ കൊടുത്തപ്പം അത്രയ്ക്കൊന്നും ഒരു അട്രാക്ഷൻ ഇല്ലായിരുന്നു, അത് അത്രയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ലൈറ്റ് ഗ്രീന് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ലൈറ്റ് ഗ്രീൻ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മറ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇലയ്ക്ക് ഫുള്ള് ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലവറിൻ്റെ സൈഡിൽ കൂടെ കുറച്ചൊരു റെഡ് കളറ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിന് റെഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഇലയുടെ പുറത്തുകൂടി ചെറുതായിട്ടൊന്ന് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രീൻ്റെ പുറത്ത് യെല്ലോ വരുമ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഫ്ലവർ ഇലയൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത ശേഷം ഞാൻ ബ്രൗൺ കളർ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്ത കമ്പില്ല അതിൻ്റെ പുറത്തുകൂടെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് പെയിൻറ്റ് മാത്രം എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭംഗി നമുക്ക് കിട്ടില്ല. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ബ്രഷൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.